Western Group of Companies and Yi1 Coatings Private Limited. Western Group, India's leading industrial corporation, your dependable partner towards growth. Established in 2001, we are committed to quality, trust, and innovation. At Western, we constantly strive to upgrade our processes and services, incorporating international developments to offer world-class products. Our product range is versatile and robust, including cutting-edge electrical panels, industrial heavy electrical equipment, supermarket racking solutions, and manufacturing of stainless steel wall flanges, all designed with precision and quality. With 20 years of experience, Western's vision is to earn customer trust and delight, tirelessly serving consumers to the best of our abilities. A1 Coatings will convert your dreams into reality. Give us your dreams, we will give them wings to soar high. നമസ്കാരം, എയിമ വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ അനിൽ, ബാംഗ്ലൂരിൽ നിന്നും. പ്രധാന വാർത്തകൾ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന് PV സാമി അവാർഡ് സമ്മാനിച്ചു. എയിമ തെലങ്കാന ഘടകത്തിന്റെ പുതിയ ഭരണസമിതി അധികാരമേറ്റു. എയിമ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ സ്വപ്ന പദ്ധതിയായ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ 2ാം ഘട്ടം സമാരംഭിച്ചു. എയിമ ആസാം ഘടകത്തിന്റെ നേതൃത്വത്തിൽ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി ഓഗസ്റ്റ് 31-ന് ഭക്ഷണ വിതരണം നടത്തി. എയിമ ആന്ധ്ര ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ തുടർച്ചയായ 2ാം മാസവും ഭക്ഷണ വിതരണം നടന്നു. നെല്ലൂരിലായിരുന്നു ഇത്തവണ ഭക്ഷണ വിതരണം. എയിമ ഛത്തീസ്ഗഡ് ഘടകത്തിന്റെയും കോർബ മലയാളി സമാജത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കോർബ ജില്ലയിലായിരുന്നു ഇത്തവണ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണ വിതരണം. അൻപകം അനാഥാശ്രമത്തിലെ അന്തേവാസികൾക്ക് ഓണസദ്യ നൽകിക്കൊണ്ടായിരുന്നു എയിമ തമിഴ്നാട് ഘടകത്തിന്റെ ഓണാഘോഷവും ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ 2ാം ഘട്ടവും. അരി, ഗോതമ്പ് തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ വെള്ളപ്പൊക്ക ബാധിതരായ അതീവ ദാരിദ്ര്യ പശ്ചാത്തലത്തിലുള്ളവർക്ക് നൽകി എയിമ ഗുജറാത്തിന്റെ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ 2ാം ഘട്ടം. എയിമ കേരള ഘടകം കോഴിക്കോട് ചേളന്നൂരിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയം ആഘോഷപൂർവ്വം നടന്നു. കൊച്ചി രാജകുടുംബത്തിലെ മുതിർന്ന അംഗം ശ്രീമതി സുഭദ്ര തമ്പുരാൻ തൃപ്പൂണിത്തുറ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി രമ സുരേഷിന് അത്തപ്പതാക കൈമാറി. ഗതകാല സമൃദ്ധിയുടെ സ്മരണകളുണർത്തുന്ന ഓണം ആഘോഷമാക്കാൻ ഓൺലൈൻ മത്സരങ്ങളുമായി എയിമ യൂത്ത് വിങ്. എയിമ അംഗ സംഘടനകളായ തണൽ മലയാളി സേവാ സമിതി ഹൈദരാബാദും സംഗമം കലാ സാംസ്കാരിക കേന്ദ്ര എന്നിവർ ഒരുമിച്ച് ഓണം ആഘോഷിച്ചു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1-നായിരുന്നു ആഘോഷം. കച്ച് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മാത്സ സെമിനാർ. എയിമ തെലങ്കാന ഘടകം പ്രസിഡന്റ് PVK രാമന് അധ്യാപക പുരസ്കാരം ലഭിച്ചു. വിശാഖപട്ടണം കൊല്ലം ട്രെയിനിൽ യാത്രക്കിടെ മരണപ്പെട്ട മലയാളിയുടെ കുടുംബത്തിന് സഹായവുമായി എയിമ ആന്ധ്ര QR ടീം നെല്ലൂർ മലയാളി വെൽഫെയർ അസോസിയേഷനും. ലയം ഓർക്കസ്ട്ര ആൻഡ് കൾച്ചറൽ ഗ്രൂപ്പിന്റെ 40ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ദാദാ സാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിനായി ഷോർട്ട് ഫിലിമുകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ വിശദമായ വാർത്തയിൽ. ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റി ഓഫ് സൗതാംപ്ടൺ ഹരിയാനയിൽ ക്യാമ്പസ് തുറക്കുന്നു. ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ക്യാമ്പസ് തുറക്കുന്ന ആദ്യ വിദേശ സർവകലാശാലയാണിത്. ഗൾഫ് നാടുകളിലും മലേഷ്യയിലും നോർക്ക ലീഗൽ കൺസൾട്ടന്റുമാരെ ക്ഷണിക്കുന്നു. ഈ വർഷം ജൂണിൽ കുവൈറ്റിലുണ്ടായ അഗ്നിബാധയിൽ മലയാളികളെ സഹായിക്കാൻ പ്രവർത്തിച്ച ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകർക്കും ആംബുലൻസ് ജീവനക്കാർക്കും നോർക്ക നന്ദി രേഖപ്പെടുത്തി. കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത്. ടോപ്പ് അച്ചീവർ ലിസ്റ്റിലാണ് കേരളം 1-ാം സ്ഥാനത്തുള്ളത്. എയിമ
അംഗ സംഘടനയായ ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ വാദ്യ മഹോത്സവ് 2024 ലോഗോ പ്രകാശനം ഡൽഹി കേരള ഹൌസിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. വിവിധ ഇന്ത്യൻ നഗരങ്ങളിൽ വിനായക ചതുർത്ഥി ആഘോഷിച്ചു. ആഘോഷങ്ങളിൽ ആയിരക്കണക്കിന് പ്രവാസി മലയാളികളും സജീവമായി പങ്കെടുത്തു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന് പി.വി. സ്വാമി അവാർഡ് സമ്മാനിച്ചു. സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നൽകിയ സംഭാവനകളെ ആദരിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ പ്രസിഡന്റും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ശ്രീ ഗോകുലം ഗോപാലന് പി.വി. സ്വാമി പുരസ്കാരം സമ്മാനിച്ചു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ വെച്ച് ഗോവ ഗവർണർ ശ്രീ പി.എസ്. ശ്രീധരൻ പിള്ളയാണ് പുരസ്കാരം സമ്മാനിച്ചത്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ്, പ്രശസ്ത സിനിമ സംവിധായകൻ സത്യൻ അന്തിക്കാട് എന്നിവർ ഉൾപ്പെടെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എയിമ തെലങ്കാന ഘടകത്തിന്റെ പുതിയ ഭരണസമിതി അധികാരമേറ്റു. എയിമ തെലങ്കാന ഘടകത്തിന്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റെടുത്തു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 31 ചടങ്ങുകൾ നടന്നത്. പഴയ ഭരണസമിതി അംഗങ്ങളും പുതിയ ഭരണസമിതി അംഗങ്ങളും കൂടിച്ചേർന്ന ചടങ്ങിൽ വെച്ച് പഴയ ഭരണസമിതി അംഗങ്ങൾക്ക് ഹാർദവമായ യാത്രയയപ്പ് നൽകി ആദരിച്ചു. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് സമഗ്രമായ വിശകലനം നടന്ന ചടങ്ങിൽ മുൻ കമ്മിറ്റിയുടെ പാത പിന്തുടർന്ന് എയിമ ഉന്നയിക്കുന്ന സാമൂഹിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പ്രവർത്തിക്കുമെന്ന് പുതിയ ഭരണസമിതി അംഗങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. എയിമ ദേശീയ സമ്മേളനം നടക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു പുതിയ ഭരണസമിതിക്കായുള്ള തെരഞ്ഞെടുപ്പ് വൈകിയത്. എയിമ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ സ്വപ്ന പദ്ധതിയായ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ 2ാം ഘട്ടം സമാരംഭിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ സ്വപ്ന പദ്ധതിയായ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ 2ാം ഘട്ടം പല സംസ്ഥാനങ്ങളിലും ആരംഭിച്ചു. ഇതിന്റെ 1ാം ഘട്ടത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ എയിമ ഘടകങ്ങളുടെ ആഭിമുഖ്യത്തിൽ സമൂഹത്തിന്റെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ളവരും അവശരുമായ ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്തിരുന്നു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന ആശയവുമായിട്ടായിരുന്നു ശ്രീ ഗോകുലം ഗോപാലൻ ഈ പദ്ധതി ആവിഷ്കരിച്ചത്. കഴിഞ്ഞ മാസം നമ്മൾ ഏറ്റെടുത്ത് നടത്തിയ പ്രൊജക്ട് ഫുഡ് ഫോർ നീഡി എന്നുള്ള പ്രൊജക്ട്, അത് നമ്മുടെ നാഷണൽ പ്രസിഡന്റ് മിസ്റ്റർ ഗോകുലം ഗോപാലൻ അവരുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഏറ്റെടുത്തത്. അതിഗംഭീരമായി 24 സ്റ്റേറ്റ് അത് നടത്തപ്പെടുകയുണ്ടായി. എല്ലാ സ്റ്റേറ്റ് ഭരണകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഈ മാസവും സെപ്റ്റംബർ മാസവും 1-ാം തീയതി ആന്ധ്രാപ്രദേശ്, 2-ാം തീയതി ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്, ഗുജറാത്ത്, ഡൽഹി, രാജസ്ഥാൻ, ഒഡീസ, മധ്യപ്രദേശ് എല്ലാ സ്റ്റേറ്റും നമുക്ക് ഈ മാസവും കണ്ടിന്യൂറ്റി ആയിട്ട് ചെയ്യാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, നന്ദി. കാരണം ഈ ഒരു പ്രൊജക്ട് മാനവസേവയാണ്. മാനവസേവ മാധവസേവയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്ട് അതിഗംഭീരമായി നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, നടത്തണം. നിങ്ങൾക്ക് ഏത് ദിവസം ചെയ്യാം ആ ദിവസം തന്നെ ചെയ്തോളൂ എന്നുള്ളൊരു തീരുമാനവും കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം 3 സ്റ്റേറ്റോ 4 സ്റ്റേറ്റോ 5 സ്റ്റേറ്റോ അതൊരു പ്രശ്നം ഉദിക്കുന്നില്ല. എല്ലാ സ്റ്റേറ്റും ഈ ഒരു പ്രോഗ്രാം നടത്തണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നടത്തണം എന്ന് മാത്രം ഞാൻ അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എയിമ ആസാം ഘടകത്തിന്റെ നേതൃത്വത്തിൽ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി ഓഗസ്റ്റ് 31 ഭക്ഷണ വിതരണം നടത്തി. എയിമ ആസാം ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 31 ആവശ്യക്കാർക്ക് ഭക്ഷണം എന്ന പദ്ധതിയുടെ ഭാഗമായി ഗുവാഹട്ടിയിൽ ഭക്ഷണ വിതരണം നടത്തിയത്. എയിമ ആന്ധ്ര ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ തുടർച്ചയായ 2ാം മാസവും ഭക്ഷണ വിതരണം നടന്നു. നെല്ലൂരിലായിരുന്നു ഇത്തവണ ഭക്ഷണ വിതരണം. ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി എയിമ ആന്ധ്ര ഘടകം നെല്ലൂരിലുള്ള സാമ്പത്തിക അവശയനുഭവിക്കുന്ന പെൺകുട്ടികൾക്കായുള്ള ഹോസ്റ്റലായ വിയാനി ഹോമിലെ അന്തേവാസികൾക്ക് ഭക്ഷണ വിതരണം നടത്തി. ശ്രീ പി. ജി. ഗോപി, ശ്രീ എ. മുരുകൻ, ശ്രീ എം. കെ. നന്ദകുമാർ, ശ്രീ ഡേവിസ് കോട്ടോളി, ശ്രീ പ്രമോദ് തോമസ്, ശ്രീ ആർ. ശിവൻ, ശ്രീ കെ. രാധാകൃഷ്ണൻ, ശ്രീ പി. കെ. സുധാകർ, ശ്രീ പി. കെ. ഗോപി, ശ്രീ ഹരിഷ് എന്നിവർ പങ്കെടുത്തു. എയിമ ഛത്തീസ്ഗഡ് ഘടകത്തിന്റെയും കോർബ മലയാളി സമാജത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കോർബ ജില്ലയിലായിരുന്നു ഇത്തവണ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണ വിതരണം. എയിമ ഛത്തീസ്ഗഡ് ഘടകത്തിന്റെയും കോർബ മലയാളി സമാജത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി കോർബ ജില്ലയിൽ ഭക്ഷണ വിതരണം നടത്തി. കോർബ മലയാളി സമാജം അംഗങ്ങളായ ശ്രീ രാജേഷ് CS, ശ്രീ കലാധരൻ പിള്ള, ശ്രീ അജയകുമാർ KR, ശ്രീ സന്തോഷ് പിള്ള, ശ്രീ പ്രേമൻ, ശ്രീ രാമചന്ദ്രൻ, ശ്രീ വിജയൻ കാര്യാട്ട് എന്നിവർ സജീവമായി പങ്കെടുത്തു.
അൻപകം അനാഥാശ്രമത്തിലെ അന്തേവാസികൾക്ക് ഓണസദ്യ നൽകിക്കൊണ്ടായിരുന്നു എയിമ തമിഴ്നാട് ഘടകത്തിന്റെ ഓണാഘോഷവും ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ രണ്ടാം ഘട്ടവും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ഓണാഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ച എയിമ തമിഴ്നാട് ഘടകം ചെന്നൈ പുരശവാക്കത്തിലുള്ള അൻപകം അനാഥാശ്രമത്തിലെ അന്തേവാസികൾക്ക് ഓണസദ്യ നൽകിക്കൊണ്ടായിരുന്നു ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടപ്പിലാക്കിയത്. ഈ വർഷത്തെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ച ചടങ്ങിൽ സെക്രട്ടറി രാജൻ സാമുവൽ അവിടെ എത്തിയവർക്ക് സ്വാഗതം നേർന്നു. എയിമ തമിഴ്നാട് ഘടകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം.കെ. ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അൻപകം ട്രസ്റ്റി ശ്രീമതി റാഫിയ, ട്രഷറർ ടി മാധവൻ, പ്രൊജക്ട് ചെയർമാൻ സജി വർഗീസ്, വൈസ് പ്രസിഡന്റുമാരായ കെ.എൻ. അശോകകുമാർ, ശ്രീമതി ഗീതാപിള്ള, വിമൻസ് വിംഗ് കൺവീനർ ശ്രീമതി ശ്രീശൈലി, വിമൻസ് വിംഗ് സെക്രട്ടറി ശ്രീമതി ലത കൃഷ്ണകുമാർ, ദേശീയ കൗൺസിൽ അംഗം ശ്രീ സക്കറിയ ചെറിയാൻ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി ടിജോ കുര്യാക്കോസ്, ഉണ്ണികൃഷ്ണൻ പുറമേരി, ഷീജ മനോജ്, ഷീജ വിക്രം, ശർമിള സുരേഷ്, സിന്ധു രമേശ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അരി, ഗോതമ്പ് തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങളടങ്ങിയ കിറ്റുകൾ വെള്ളപ്പൊക്ക ബാധിതരായ അതീവ ദാരിദ്ര്യ പശ്ചാത്തലത്തിലുള്ളവർക്ക് നൽകി എയിമ ഗുജറാത്തിന്റെ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ രണ്ടാം ഘട്ടം. ഭക്ഷണ കിറ്റുകൾ വെള്ളപ്പൊക്ക ദുരിത പ്രദേശങ്ങളിലെ നിർധനർക്ക് നൽകിക്കൊണ്ടായിരുന്നു എയിമ ഗുജറാത്ത് ഘടകത്തിന്റെ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടപ്പിലാക്കിയത്. 5 കിലോ ഗോതമ്പ്, 2 കിലോ അരി, 1 കിലോ പരിപ്പ്, 1 കിലോ ഉപ്പ്, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ പാചക എണ്ണ, 1/4 കിലോ ചായപ്പൊടി, വിവിധ മസാലകൾ 100 ഗ്രാം വീതം എന്നിവ അടങ്ങിയ 150-ലേറെ കിറ്റുകളായിരുന്നു വെള്ളപ്പൊക്കം ദുരിതം ബാധിച്ച നിർധനർക്ക് എയിമ ഗുജറാത്ത് ഘടകം കൈമാറിയത്. എയിമ കേരള ഘടകം കോഴിക്കോട് ചേളന്നൂരിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. എയിമ കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ചേളന്നൂരിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. എയിമ സംസ്ഥാന ഘടകം പ്രസിഡന്റ് ശ്രീ എ.കെ. പ്രശാന്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയം ആഘോഷപൂർവ്വം നടന്നു. കൊച്ചി രാജകുടുംബത്തിലെ മുതിർന്ന അംഗം ശ്രീമതി സുഭദ്ര തമ്പുരാൻ, തൃപ്പൂണിത്തുറ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി രമ സുരേഷിന് അത്തപ്പതാക കൈമാറി. ലോകമെമ്പാടുമുള്ള മലയാളികളിൽ ആവേശം നിറച്ച് ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയം നടന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 6 നടന്ന ചടങ്ങിൽ കൊച്ചി രാജകുടുംബത്തിലെ മുതിർന്ന അംഗമായ ശ്രീമതി സുഭദ്ര തമ്പുരാൻ അത്തപ്പതാക തൃപ്പൂണിത്തുറ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി രമ സന്തോഷിന് കൈമാറി. ബഹുമാനപ്പെട്ട കേരള നിയമസഭ സ്പീക്കർ ശ്രീ എ.എൻ. ഷംസീർ അത്തച്ചമയം ഉദ്ഘാടനം ചെയ്തു. എം.പി. ശ്രീ ഫ്രാൻസിസ് ജോർജ് അത്തപ്പതാക ഉയർത്തി. വാമനാവതാരമെടുത്ത മഹാവിഷ്ണു മഹാബലിയെ പാതാളത്തിലേക്ക് യാത്രയാക്കിയത് തൃക്കാക്കരയിലാണെന്നാണ് ഐതിഹ്യം. ഭഗവാന്റെ തൃക്കാൽ പതിഞ്ഞ കര പിന്നീട് തൃക്കാക്കരയായി എന്ന് പറയപ്പെടുന്നു. അത്തം ദിനത്തിൽ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് കാഴ്ചദ്രവ്യങ്ങളുമായി കൊച്ചി രാജാവിന്റെ എഴുന്നള്ളത്താണ് പിന്നീട് അത്തച്ചമയമായി മാറിയത്. മതസൗഹാർദ്ദത്തിന്റെ മൂർത്തിഭാവം എന്നതുപോലെ അന്നത്തെ മഹാരാജാവിന്റെ എഴുന്നള്ളിപ്പിന് അകമ്പടി സേവിച്ചിരുന്നത് നെട്ടൂർ തങ്ങളും നടമയിൽ കത്തനാരും ചെമ്പിൽ അരയനുമായിരുന്നു. പിന്നീട് ജനകീയ ഉത്സവമായപ്പോഴും ഇവരുടെ പിൻതലമുറക്കാർ അത്തം ഘോഷയാത്രയിൽ സജീവമായി പങ്കെടുക്കാറുണ്ടായിരുന്നു. ഇത്തവണയും പതിവ് തെറ്റിക്കാതെ പരമ്പരാഗത കലാരൂപങ്ങളും പ്രച്ഛന്ന വേഷങ്ങളും ചെണ്ടമേളവും ബാൻഡ് മേളവും പുരാണേതിഹാസങ്ങൾ മുതൽ സാമൂഹ്യ വിഷയങ്ങൾ വരെ പ്രമേയങ്ങളാകുന്ന ടാബ്ലോകളുമെല്ലാം ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നു. ഗതകാല സമൃദ്ധിയുടെ സ്മരണകളുണർത്തുന്ന ഓണം ആഘോഷമാക്കാൻ ഓൺലൈൻ മത്സരങ്ങളുമായി എയിമ യൂത്ത് വിങ്. പ്രവാസി മലയാളികളുടെ ഗൃഹാതുരയിലെ ഒഴിവാക്കാനാകാത്ത ഓണക്കാല ആവേശം ഈ ഓണക്കാലത്ത് തിരികെ കൊണ്ടുവരാൻ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ യൂത്ത് വിങ് ഓൺലൈൻ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ഓൺലൈനിൽ ലൈവായി നടത്തുന്ന ഓണപ്പാട്ട് മത്സരമാണ് ഇതിൽ ആദ്യ ഇനം. ഇതിന്റെ തീയതി, സമയം, ലിങ്ക് എന്നിവ പിന്നീട് അറിയിക്കുന്നതായിരിക്കുമെന്ന് യൂത്ത് വിങ് ദേശീയ വൈസ് ചെയർമാൻ ശ്രീ ബാലചന്ദ്രൻ അറിയിച്ചു. കുടുംബ ഓണം 2024 എന്നതാണ് അടുത്ത മത്സരം. ഇതിൽ പങ്കെടുക്കുന്നതിനായി നിങ്ങളുടെ കുടുംബത്തിലെ ഓണാഘോഷങ്ങൾ ഓണസദ്യയടക്കം റീൽ രൂപത്തിൽ എയിമയുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യണം. ഇതിന്റെ നിയമാവലി പിന്നീട് അറിയിക്കുന്നതാണ്. നമസ്കാരം. സമത്വസുന്ദരമായ സമ്പൽ സമൃദ്ധമായ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഒരു ഓണം കൂടി സമാഗതമായിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഐമ യൂത്ത് വിങ് ഓൺലൈൻ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നു. പ്രധാനമായി 2 പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. ആദ്യത്തേത് ഓണപ്പാട്ട് മത്സരം ഓൺലൈൻ ലൈവായി നടത്തും. തീയതി, സമയം, ലിങ്ക് എന്നിവ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. രണ്ടാമത്തേത് കുടുംബ ഓണം 2024 എന്ന പരിപാടിയാണ്. ആഘോഷങ്ങളെല്ലാം ആരംഭിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികൾ റീൽസ് രൂപത്തിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് എയിമ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യണം. ഇതിന്റെ നിയമാവലി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എയിമ യൂത്ത് വിങ്ങിന്റെ സ്നേഹോഷ്മളമായ ഓണാശംസ. എയിമ അംഗ സംഘടനകളായ തണൽ മലയാളി സേവാ സമിതി ഹൈദരാബാദും സംഗമം കലാ സാംസ്കാരിക കേന്ദ്ര എന്നിവർ ഒരുമിച്ച് ഓണം ആഘോഷിച്ചു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1 ആഘോഷം. എയിമ അംഗ സംഘടനകളായ തണൽ മലയാളി സേവാ സമിതിയും സംഗമം കലാ സാംസ്കാരിക വേദിയും ഒരുമിച്ച സൗഹൃദപനോണം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1 ഹൈദരാബാദ് മല്ലാപ്പൂരിലുള്ള VNR ഗാർഡൻസിൽ വെച്ച് നടന്നു. 1.5 പതിറ്റാണ്ടിലേറെ കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വേദിയിൽ കലാഗുരുന്നുകൾക്ക് വിഭവസമൃദ്ധമായ സദ്യ വിളമ്പുന്ന പഴയിടും മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യയായിരുന്നു ആഘോഷത്തിന്റെ മുഖ്യ ആകർഷണം.
സ്വാദിഷ്ടമായ സദ്യക്കൊപ്പം മനസ്സിനെ ത്രസിപ്പിക്കുന്ന സംഗീതവിരുന്നുമായി പ്രശസ്ത പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റ് കൂടിയെത്തിയതോടെ കനത്ത മഴയിലും ജനക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ ആവേശഭരിതരായി. നേരത്തെ തെലങ്കാനയിലെ മുതിർന്ന IFS ഓഫീസറായ ശ്രീമതി പ്രിയങ്ക വർഗീസ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീ CG ചന്ദ്രമോഹൻ, എയിമ തെലങ്കാന ഘടകം പ്രസിഡന്റ് ശ്രീ PVK രാമൻ, CETRMA പ്രസിഡന്റ് ലിബി ബെഞ്ചമിൻ, ടണൽ പ്രസിഡന്റ് ശ്രീ വർഗീസ്, സെക്രട്ടറി ശ്രീ പി പ്രദീപ്, സംഗമം പ്രസിഡന്റ് ശ്രീ VK രാമചന്ദ്രൻ നായർ, സെക്രട്ടറി ശ്രീ KD ഉദയൻ എന്നിവർ സംസാരിച്ചു. തെലങ്കാനയിൽ നിന്നുള്ള ലോക കേരള സഭാംഗങ്ങളായ ശ്രീ പി പ്രദീപ്, ശ്രീ പി രാധാകൃഷ്ണൻ, ശ്രീ BCR നായർ, ശ്രീ KD ഉദയൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സ്മരണിക പ്രകാശനം, സ്കോളർഷിപ്പ് വിതരണം എന്നിവയും ഉണ്ടായി. കച്ച് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മാത്സ് സെമിനാർ. കച്ച് മലയാളി വെൽഫെയർ അസോസിയേഷൻ മാത്തമാറ്റിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു. ഗുരുനാനാക്ക് സ്കൂളിൽ നടന്ന സെമിനാറിന് സംഘടനാ പ്രസിഡന്റും എയിമ ഗുജറാത്ത് ഘടകം ചെയർമാനുമായ VPK ഉണ്ണിമേനോൻ ക്ലാസ് നയിച്ചു. അസോസിയേഷൻ അംഗങ്ങളായ സത്യനാഥൻ, PG നായർ, ലതാ കെ ഉണ്ണി എന്നിവർ പ്രസംഗിച്ചു. എയിമ തെലങ്കാന ഘടകം പ്രസിഡന്റ് PVK രാമന് അധ്യാപക പുരസ്കാരം ലഭിച്ചു. എയിമ തെലങ്കാന ഘടകം പ്രസിഡന്റ് ശ്രീ PVK രാമന് അധ്യാപക പുരസ്കാരം സമ്മാനിച്ചു. ഗ്രാമസ്വരാജ് ഫൗണ്ടേഷന്റെ മികച്ച അധ്യാപകനുള്ള അവാർഡാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ചു നടന്ന ചടങ്ങിൽ MLA ശ്രീ കുറുക്കോളി മൊയ്തീനാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഗ്രാമസ്വരാജ് രക്ഷാധികാരി ശ്രീ വി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ഹൈദരാബാദിലെ വെലോസിറ്റി IIT ഫൗണ്ടേഷൻ അക്കാദമിയുടെ CEOയും മിരിയാൽഗുഡ ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ സ്ഥാപകനുമാണ് ശ്രീ PVK രാമൻ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ചെയർമാൻ ശ്രീ ബാബു പണിക്കർ വീണ്ടും ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ചെയർമാൻ ശ്രീ ബാബു പണിക്കർ വീണ്ടും ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്റർനാഷണൽ കഥകളി സെന്ററിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ടീമിൽ കഥകളിയുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനും പ്രതിജ്ഞാബദ്ധരായ ഒരു കൂട്ടം വിശിഷ്ട വ്യക്തികൾ ഉൾപ്പെടുന്നു. ശ്രീ ബാബു പണിക്കർ, ഡോക്ടർ ഡെലോണി മാനുവേൽ എന്നിവർക്ക് പുറമെ വിധു ശേഖർ, ഗീത പൊതുവാൾ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും അജിത് നായർ ജോയിന്റ് സെക്രട്ടറിയായും RMS നായർ ട്രഷററായും സംഘത്തിലുണ്ട്. ശ്രീ ബാബു പണിക്കർ പ്രസിഡന്റായി തുടരുകയും ഡോക്ടർ ഡെലോണി മാനുവേൽ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പുതിയ കാഴ്ചപ്പാടുകളും ചലനാത്മക നേതൃത്വവും കൊണ്ടുവരികയും ചെയ്തതോടെ കഥകളി കേന്ദ്രം മികച്ച രീതിയിൽ അതിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതിനും കഥകളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന്റെ ആദരണീയമായ പൈതൃകം ഉയർത്തിപ്പിടിക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കാം. വിശാഖപട്ടണം കൊല്ലം ട്രെയിനിൽ യാത്രക്കിടെ മരണപ്പെട്ട മലയാളിയുടെ കുടുംബത്തിന് സഹായവുമായി എയിമ ആന്ധ്ര QR ടീം നെല്ലൂർ മലയാളി വെൽഫെയർ അസോസിയേഷനും. വിശാഖപട്ടണം കൊല്ലം ട്രെയിനിൽ യാത്രക്കിടെ മരണപ്പെട്ട മലയാളിയുടെ കുടുംബത്തിന് സഹായഹസ്താവുമായി നെല്ലൂർ മലയാളി വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങൾ. ആന്ധ്രാപ്രദേശിലെ കാവാലിക്കും നെല്ലൂരിനുമിടയിൽ വെച്ചായിരുന്നു ട്രെയിനിൽ കുടുംബസമേതം സഞ്ചരിച്ചിരുന്ന സതീശൻ എന്ന വ്യക്തി മരണപ്പെടുന്നത്. എയിമ ദക്ഷിണമേഖല വൈസ് പ്രസിഡന്റ് നന്ദകുമാറിൽ നിന്നും വിവരം ലഭിച്ച അസോസിയേഷൻ അംഗങ്ങൾ ഉടനടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിനായി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ബന്ധുക്കളെ വിവരമറിയിക്കുകയും ചെയ്തു. പരേതനോടൊപ്പം യാത്ര ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുട്ടിയെയും അസോസിയേഷന്റെ ഗസ്റ്റ് ഹൌസിൽ ബന്ധുക്കൾ എത്തുന്നതുവരെ സുരക്ഷിതമായി പാർപ്പിക്കുകയും ചെയ്തു. ബന്ധുക്കളുടെ താത്പര്യപ്രകാരം നെല്ലൂരിൽ വെച്ച് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തി. നെല്ലൂർ മലയാളി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ PG ഗോപി, ചെയർമാൻ A മുരുകൻ, സെക്രട്ടറി PV തോമസ്, വൈസ് പ്രസിഡന്റുമാരായ P പ്രമോദ്, VP ശിവൻ, ട്രഷറർ സിദൂഷ്, ജോയിന്റ് സെക്രട്ടറി JS രാധാകൃഷ്ണൻ, ഹരി, PK സുധാകരൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ലയം ഓർക്കസ്ട്ര ആൻഡ് കൾച്ചറൽ ഗ്രൂപ്പിന്റെ 40ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. എയിമ അംഗ സംഘടനയായ ലയം ഓർക്കസ്ട്ര ആൻഡ് കൾച്ചറൽ ഗ്രൂപ്പിന്റെ 40ാം വാർഷികം ഡൽഹി മയൂർ വിഹാർ പേസോമിൽ ഒക്ടോബർ 26 വിപുലമായി ആഘോഷിക്കുന്നു. 1984 ആരംഭിച്ച ഈ സംഘടനയ്ക്ക് കേരള സംഗീതനൃത്ത അക്കാദമിയുടെ അംഗീകാരവുമുണ്ട്. ദാദാ സാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിനായി ഷോർട്ട് ഫിലിമുകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ വിശദമായ വാർത്തയിൽ. ദാദാ സാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരത്തിനായി ഷോർട്ട് ഫിലിമുകൾ ക്ഷണിച്ചു. ഏറ്റവും നല്ല ഷോർട്ട് ഫിലിമിന് 1 ലക്ഷം രൂപയാണ് ക്യാഷ് അവാർഡായി നൽകുന്നത്. ആദ്യ റണ്ണർ അപ്പിന് 15,000 രൂപയും 2ാം റണ്ണർ അപ്പിന് 10,000 രൂപയും 3ാം റണ്ണർ അപ്പിന് 5,000 രൂപയും ക്യാഷ് അവാർഡായി നൽകും. പകർപ്പവകാശമില്ലാത്ത ഒറിജിനൽ സൃഷ്ടികളായിരിക്കണം അവാർഡിനായി അയക്കേണ്ടത്. 2020 ജനുവരി 1-നും 2024 ഡിസംബർ 31-നും ഇടയിൽ നിർമ്മിച്ച ചിത്രങ്ങളാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 1 മിനിറ്റ് മുതൽ പരമാവധി 50 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള സൃഷ്ടികളാണ് അവാർഡിനായി പരിഗണിക്കുക. ഇംഗ്ലീഷ് ഭാഷയിലല്ലാത്ത ചിത്രങ്ങൾക്ക് ഇംഗ്ലീഷ് സബ് ടൈറ്റിലുകൾ നൽകിയിരിക്കണം. കൂടുതൽ വിശദാംശങ്ങൾക്കുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനൊപ്പം നൽകിയിട്ടുണ്ട്. ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റി ഓഫ് സൗതാംപ്ടൺ ഹരിയാനയിൽ ക്യാമ്പസ് തുറക്കുന്നു.
ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ക്യാമ്പസ് തുറക്കുന്ന ആദ്യ വിദേശ സർവകലാശാലയാണിത്. യൂണിവേഴ്സിറ്റി ഓഫ് സൗതാംപ്ടൺ ഇന്ത്യയിൽ ക്യാമ്പസ് തുറക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ വിദേശ സർവകലാശാലകൾക്ക് ക്യാമ്പസ് തുടങ്ങുന്നതിനുള്ള അനുമതി നൽകിയത്. ഇന്ത്യൻ സാഹചര്യത്തിലും സംസ്കാരത്തിലും ഊന്നി നിന്നുകൊണ്ട് ആഗോള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഗോള റാങ്കിങ്ങിൽ ആദ്യ 100 സർവകലാശാലകളിലൊന്നായ യൂണിവേഴ്സിറ്റി ഓഫ് സൗതാംപ്ടൺ അവരുടെ ബ്രിട്ടീഷ് ക്യാമ്പസിൽ മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, സംഗീതം തുടങ്ങി നിരവധി കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്. ഹരിയാനയിലെ ഗുരുഗ്രാമിലായിരിക്കും ക്യാമ്പസ് ആരംഭിക്കുക. വരുന്ന അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത്. ഗൾഫ് നാടുകളിലും മലേഷ്യയിലും നോർക്ക ലീഗൽ കൺസൾട്ടന്റുമാരെ ക്ഷണിക്കുന്നു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സിന്റെ പ്രവാസി നിയമസഹായ പദ്ധതിയിലേക്ക് കേരളീയരായ ലീഗൽ കൺസൾട്ടന്റുമാരെ ക്ഷണിക്കുന്നു. സൗദി അറേബ്യ, ദമ്മാം, റിയാദ്, ജിദ്ദ, UAE, ഷാർജ, ഒമാൻ, മസ്കറ്റ്, ഖത്തർ, ദോഹ, ബഹ്റൈൻ, മനാമ, മലേഷ്യ, ക്വാലാലംപൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. അഭിഭാഷകനായി കേരളത്തിലും അപേക്ഷ നൽകുന്ന രാജ്യത്തും കുറഞ്ഞത് 2 വർഷം പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയായിരിക്കണം. താൽപ്പര്യമുള്ളവർ nokroots.org വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. പൂരിപ്പിച്ച അപേക്ഷയുടെ സ്കാൻ ചെയ്ത കോപ്പിയും മറ്റ് അനുബന്ധ രേഖകളുടെ പകർപ്പുകളുമായി ceo.noka@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് 2024 സെപ്റ്റംബർ 20 അപേക്ഷ നൽകേണ്ടതാണ്. വിദേശ രാജ്യങ്ങളിലെ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത, ചെറിയ കുറ്റകൃത്യങ്ങൾ എന്നിവ മൂലവും തന്റേതല്ലാത്ത കാരണങ്ങളാലും നിയമക്കുരുക്കിൽ അകപ്പെടുന്ന പ്രവാസി കേരളീയർക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. കേസുകളിന്മേൽ നിയമോപദേശം, നഷ്ടപരിഹാരം, ദയാഹർജികൾ എന്നിവയിൽ സഹായിക്കുക, മലയാളി സാംസ്കാരിക സംഘടനകളുമായി ചേർന്ന് നിയമബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക, വിവിധ ഭാഷകളിൽ തർജ്ജമ നടത്തുന്നതിന് വിദഗ്ധരുടെ സഹായം ലഭ്യമാക്കുക എന്നിവയ്ക്ക് അതാത് രാജ്യത്തെ മലയാളി അഭിഭാഷകരുടെ സേവനം ലഭ്യമാക്കുന്നതിന് പദ്ധതി ലക്ഷ്യമിടുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ 1800-425-3939, ഇന്ത്യയിൽ നിന്നും +918802012345, വിദേശത്തുനിന്നും മിസ്ഡ് കോൾ സർവീസ് ബന്ധപ്പെടാവുന്നതാണ്. ഈ വർഷം ജൂണിൽ കുവൈറ്റിലുണ്ടായ അഗ്നിബാധയിൽ മലയാളികളെ സഹായിക്കാൻ പ്രവർത്തിച്ച ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകർക്കും ആംബുലൻസ് ജീവനക്കാർക്കും നോർക്ക നന്ദി രേഖപ്പെടുത്തി. കുവൈറ്റ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകർക്കും ആംബുലൻസ് ഡ്രൈവർമാർക്കും നോർക്കയുടെ ആദരം. 2024 ജൂണിൽ കുവൈറ്റിലെ മംഗഫിൽ ഫ്ളാറ്റ് സമുച്ചയത്തിലുണ്ടായ അഗ്നിബാധയെ തുടർന്ന് നോർക്ക റൂട്ട്സിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും പ്രവാസി കേരളീയരുടെ ഭൗതിക ശരീരം നാട്ടിൽ വീടുകളിലെത്തിക്കുന്നതിന് സഹായിച്ച ആംബുലൻസ് ഡ്രൈവർമാരെയും ആദരിച്ചു. നോർക്ക സെന്ററിൽ നടന്ന ചടങ്ങിൽ റെസിഡന്റ് വൈസ് ചെയർമാൻ P. ശ്രീരാമകൃഷ്ണന് ആശംസാപത്രം കൈമാറി. അപകടമറിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രവാസി സംഘടനയായ കല കുവൈറ്റിന്റെ പിന്തുണയോടെ ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കാനായി. ദുരന്തത്തിൽ മരിച്ച പ്രവാസി കേരളീയരുടെ ഭൗതിക ശരീരം 24 മണിക്കൂറിനകം നാട്ടിലെത്തിക്കാനായത് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളാണെന്ന് P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. ചികിത്സയിലുള്ളവർക്ക് സഹായമെത്തിക്കാനായതും നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സഹായിച്ചതും ഇവരുടെ പ്രവർത്തനങ്ങളാണ്. പരാതികളില്ലാതെ മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനമായി ഇത് മാറി. ഇത് മാതൃകാപരമായതിനാലാണ് അഭിനന്ദനമർഹിക്കുന്നതെന്നും P. ശ്രീരാമകൃഷ്ണന് പറഞ്ഞു. ഹെൽപ്പ് ഡെസ്കിന് നേതൃത്വം നൽകിയ നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ നടത്തിപ്പു ചുമതലയുള്ള ആപ്സോഫ്റ്റ് ടെക്നോളജീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രതിനിധികളെയും ചടങ്ങിൽ ആദരിച്ചു. കുവൈറ്റ് ഹെൽപ്പ് ഡെസ്ക് നോർക്കയോട് പ്രവാസികൾക്കുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് സഹായകരമായെന്ന് ചടങ്ങിൽ സംബന്ധിച്ച് നോർക്ക റൂട്ട്സ് CEO അജിത് കോളശ്ശേരി പറഞ്ഞു. കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത്. ടോപ്പ് അച്ചീവർ ലിസ്റ്റിലാണ് കേരളം 1-ാം സ്ഥാനത്തുള്ളത്. കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത്. ടോപ്പ് അച്ചീവർ ലിസ്റ്റിലാണ് കേരളം 1-ാം സ്ഥാനത്തുള്ളത്. കേരളത്തിന്റെ വ്യാവസായിക രംഗത്ത് വലിയ കുതിപ്പുണ്ടാക്കുന്ന വാർത്തയാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ 2022 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം കൈവരിച്ചിരിക്കുന്ന നേട്ടം. ഇതുപ്രകാരം ടോപ്പ് അച്ചീവർ ലിസ്റ്റിലെ 1-ാം സ്ഥാനം കേരളം നേടിയിരിക്കുന്നു. വ്യവസായങ്ങൾ ആരംഭിക്കാൻ സൗഹൃദാന്തരീക്ഷമുള്ള നാടായി നിക്ഷേപകർ 95% മുകളിൽ മാർക്ക് രേഖപ്പെടുത്തിയ ലിസ്റ്റിലാണ് കേരളം 1-ാമതെത്തിയിരിക്കുന്നത്. ലിസ്റ്റ് പ്രകാരം 9 സൂചികകളിൽ കേരളം ടോപ്പ് അച്ചീവർ സ്ഥാനം നേടിയപ്പോൾ 2-ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ആന്ധ്രാപ്രദേശ് 5 സൂചികകളിൽ ടോപ്പ് അച്ചീവർ സ്ഥാനം നേടി. 3 സൂചികകളിൽ ഗുജറാത്താണ് 1-ാമതെത്തിയത്. കഴിഞ്ഞ 8 വർഷങ്ങൾക്കിടയിൽ വ്യാവസായിക രംഗത്ത് കേരളമുണ്ടാക്കിയ മുന്നേറ്റത്തിന്റെ പ്രതിഫലനമാണ് സംരംഭകർക്ക് കൈവന്നിരിക്കുന്ന ഈ ആത്മവിശ്വാസം. കൂടുതൽ മെച്ചപ്പെട്ട വ്യാവസായികാന്തരീക്ഷവും നിക്ഷേപവുമുള്ള വികസിത സമൂഹമായി നമുക്ക് മാറേണ്ടതുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ നാം കൈവരിച്ചിരിക്കുന്ന നേട്ടം കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന് ഊർജ്ജമാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. എയിമ അംഗസംഘടനയായ ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ വാദ്യ മഹോത്സവ് 2024 ലോഗോ പ്രകാശനം ഡൽഹി കേരള ഹൌസിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ വാദ്യ മഹോത്സവ് 2024 ലോഗോ പ്രകാശനം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 25 ഡൽഹി കേരള ഹൌസിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. ചടങ്ങിൽ വാദ്യ മഹോത്സവ് 2024 വൈസ് ചെയർമാൻ ശ്രീ ബാബു പണിക്കർ സ്വാഗതം പറഞ്ഞു. വാദ്യ മഹോത്സവ് 2024 ചെയർമാൻ കൂടിയായ പ്രശസ്ത മേള വിദ്വാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ലോഗോ പ്രകാശനം ചെയ്തു. ഡെപ്യൂട്ടി സെക്രട്ടറി ശ്രീ ബാബുരാജ് എസ്, ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റ് മുഖ്യ രക്ഷാധികാരി ശ്രീ രവി നായർ,
ബഹറിൻ സോപാനം വാദ്യകലാകേന്ദ്രം ഡയറക്ടർ ശ്രീ സന്തോഷ് കൈലാസ്, ഡൽഹി മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ രഘുനാഥ്, DPET ട്രസ്റ്റി ശ്രീ TRG പിള്ള, ലയം ഓർക്കസ്ട്ര ഡയറക്ടർ ശ്രീ അജികുമാർ മേടയിൽ, പഞ്ചവാദ്യ ട്രസ്റ്റിലെ മുതിർന്ന കലാകാരനായ ശ്രീ ശശിധരൻ വടശ്ശേരി എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. വിവിധ ഇന്ത്യൻ നഗരങ്ങളിൽ വിനായക ചതുർത്ഥി ആഘോഷിച്ചു. ആഘോഷങ്ങളിൽ ആയിരക്കണക്കിന് പ്രവാസി മലയാളികളും സജീവമായി പങ്കെടുത്തു. വിവിധ ഇന്ത്യൻ നഗരങ്ങളിൽ വിനായക ചതുർത്ഥി ആഘോഷിച്ചു. വിഘ്നങ്ങൾ തച്ചുടക്കുന്ന ഗണപതി ഭഗവാനെ മനസ്സിലേറ്റി സെപ്റ്റംബർ 7 ശനിയാഴ്ച ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം ഗണേശ ചതുർത്ഥി ആഘോഷിച്ചു. വീടുകളിലും ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടന്നപ്പോൾ വിവിധ ഇന്ത്യൻ നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് പന്തലുകൾ കെട്ടി ഗണപതി വിഗ്രഹം സ്ഥാപിച്ച് പൂജകർമാദികൾ ആരംഭിക്കുകയും ചെയ്തു. ഭക്തിയോടൊപ്പം ദേശീയ വികാരം ജനങ്ങളിൽ ഉണർത്തുക എന്നതുകൂടിയാണ് ഇത്തരത്തിലുള്ള സാമൂഹിക ആഘോഷത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ലോകമാന്യ ബാലഗംഗാധര തിലകനാണ് സംസ്കാരത്തിൽ ഊന്നിയ ദേശീയ വികാരം യുവജനങ്ങളിൽ ഉണർത്തുവാനായി 1893 മഹാരാഷ്ട്രയിൽ ആദ്യമായി ഗണേശോത്സവം ഒരു സാമൂഹിക ഉത്സവമായി ആഘോഷിക്കാൻ ആരംഭിച്ചത്. മുംബൈ, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് ഗണേശ പന്തലുകളാണ് ഉയർന്നിരിക്കുന്നത്. 10 ദിവസത്തെ ആഘോഷങ്ങൾക്കും പൂജാതി കർമ്മങ്ങൾക്കും ശേഷം ഈ കൂറ്റൻ വിഗ്രഹങ്ങൾ ജലത്തിൽ നിമജ്ജനം ചെയ്യും. ഇതോടെ എയിമ പ്രതിവാര വാർത്ത ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഞായറാഴ്ച പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.